ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 6ാം ക്ലാസ് തജ്വീദുൽ ഖുർആനിലെ വഹദത്ത് ഹാദി അഷ്റ 11ാമത്തെ പാഠവുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. വസ്സമായി വത്താരിഖ് എന്ന പാഠഭാഗം. ഇവിടെ സൂറത്ത് താരിഖ് തന്നിട്ടുണ്ട്. അപ്പം അത് മനസ്സിലാക്കണം. എന്താണ് ഇവിടെ പറയുന്നത്? ഈ സൂറത്തിലുള്ള മദ് ഫർഇ കണ്ടെത്താമോ? ഉസ്താദ് ചോദിച്ചു. അസ്ലിയായ മദ്ദിനേക്കാൾ കൂടുതൽ നീട്ടിയ പദങ്ങൾ താഴെ കൊടുത്ത കള്ളികളിലേക്ക് എഴുതണം. അസ്ലിയായ മദ് നമ്മൾ കഴിഞ്ഞ പാഠത്ത് പഠിച്ചതാണ്. അസ്ലിയായ മദ് എന്തായിരുന്നു? ഫതഹിനെ നീട്ടാൻ അലിഫും, കസ്റയെ നീട്ടാൻ യാവും, ലൊമ്മയെ നീട്ടാൻ വാവും. അങ്ങനെ അതിനെ ഉച്ചാരണത്തിൽ കൊണ്ടുവരാൻ ആവശ്യമായ സമയം നീട്ടുന്നതിനാണ് മദ്ദുൽ അസ്ലി എന്ന് നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ ഇവിടെ മദ്ദുൽ ഫർഇ ആണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. മദ്ദുൽ ഫർഇ അതിനേക്കാൾ കൂടുതൽ നീട്ടിയ പദങ്ങളാണ്. അപ്പോൾ നമുക്കിവിടെ ഇതിൽ നിന്ന് ആദ്യം ഒന്ന് മനസ്സിലാക്കാം, എന്നിട്ട് താഴത്തെ കള്ളിയിലേക്ക് എടുത്ത് എഴുതാൻ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് മനസ്സിലാക്കാം. മദ്ദാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. ഇവിടെ വസ്സമായി, ഇവിടെ മുത്തസില് മുൻഫസില് എന്നൊക്കെ മദ്ദുകളുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ എന്താണ്, ഫർഇയിൽ 5 ഇനങ്ങളുണ്ട്. അപ്പോൾ അതിലത്തെ ഇനങ്ങളാണ്. അപ്പോൾ ഇവിടെ ഇപ്പം നമുക്ക് ഫർഇന്ന് മാത്രം പറഞ്ഞിട്ട് പോവാം. അപ്പോൾ ഇവിടെ വസ്സമായി മദ്, അലിഫിൻ്റെക്കാളും കൂടുതൽ നീട്ടേണ്ട മുകളിൽ മദ് വന്നു, മനസ്സിലാക്കുക. അതുപോലെ ഒത്താരിക്ക് ഇവിടെ അലിഫാണ്, ഫതഹിനെ നീട്ടാൻ അലിഫാണ്. ഇവിടെ അസ്ലിയാണ് വന്നത്, മനസ്സിലാക്കുക. ഇവിടെ ഫർഇ, വമാ അദ്റാക, ഇവിടൊക്കെ എന്താണ്, അലിഫു സൊയീറ, ചെറിയ അലിഫ് വന്നു, മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ കുറച്ചേ നീട്ടാൻ പാടുള്ളൂ. ഇവിടെ അസ്ലി, നമുക്ക് ഫർഇ ആണ് വേണ്ടത്. ഫർഇ ആണ് നമ്മൾ നോക്കി പോകുന്നത്. മിമ്മാഇൻ, ഫർഇ ഇവിടെ കസ്ലിൻ്റെ കേട്ടോ. വത്തറായിബ്, ഫർഇ. സറായിർ, ഫർഇ. സമായി, ഫർഇ. അപ്പോൾ ഇത്രയും ഫർഇ ആയ മദ്ദാണ് ഇതിലുള്ളത്. അപ്പോൾ അത് മനസ്സിലാക്കുക, എന്നിട്ടത് താഴോട്ട് എടുത്ത് എഴുതണം. അപ്പം നമ്മൾ മുകളിൽ അടയാളപ്പെടുത്തിയ ഫർഇ ആയ മദ്ദുകൾ ഇവിടേക്ക് എടുത്ത് എഴുതണം. വസ്സമായി, വമാ അദ്റാക. അപ്പോൾ അതൊക്കെ എടുത്ത് എഴുതുക, എന്നിട്ട് മനസ്സിലാക്കുക. നമുക്ക് ബാക്കി വായിക്കാം. ഉസ്താദ്, ഈ പദങ്ങളിൽ കൂടുതൽ നീട്ടി പാരായണം ചെയ്യാൻ കാരണമെന്ത്? അപ്പം എന്താണ് അവിടെ കാരണം? കുട്ടികൾ പറയാണ് മദ്ദക്ഷരത്തിന് ശേഷം ഹംസ വന്നതുകൊണ്ട്. മദ്ദക്ഷരത്തിന് ശേഷം ഹംസ വന്നതുകൊണ്ടാണ് അവിടെ മദ്ദിനെ കൂടുതൽ നീട്ടിയത്. അഹ്സൻതും, അസ്ലിയായ മദ്ദിനേക്കാൾ കൂടുതൽ നീട്ടണമെങ്കിൽ മദ്ദക്ഷരത്തിന് ശേഷം ഹംസയോ സുക്കൂനോ ഉണ്ടാവണം. മദ്ദക്ഷരത്തിന് ശേഷം ഹംസയോ സുക്കൂനോ ഉണ്ടാവണം. ഈ വിധം കൂടുതൽ നീട്ടുന്ന മദ്ദിനെയാണ് മദ്ദുൽ ഫർഇ എന്ന് പറയുന്നത്. അപ്പം മദ്ദുൽ ഫർഇ എന്നാൽ എന്താണ്? അസ്ലിയായ മദ്ദിനേക്കാൾ കൂടുതൽ നീട്ടണമെങ്കിൽ മദ്ദക്ഷരത്തിന് ശേഷം ഹംസയോ സുക്കൂനോ ഉണ്ടാവണം. അപ്പൊ നമുക്ക് മദ്ദുൽ ഫർഇ എന്ന് പറയുന്നത്, മദ്ദക്ഷരത്തിന് ശേഷം ഹംസയോ സുക്കൂനോ ഉണ്ടായാൽ അസ്ലിയായ മദ്ദിനേക്കാൾ കൂടുതൽ നീട്ടണം. ഇതിനാണ് മദ്ദുൽ ഫർഇ എന്ന് പറയുന്നത്. മനസ്സിലാക്കിയിട്ട് പഠിക്കുക. മദ്ദുൽ ഫർഇയെ കുറിച്ച് മുമ്പ് പഠിച്ച പാട്ട് ഷാമിൽ പാടി. എന്തായിരുന്നു പാട്ട്? മദ്ദുകൾ 5 5 നമ്മൾ പഠിക്കണം. മുത്തസിൽ മുൻഫസിൽ ആരിൽ ലീനും ലാസിം എന്നതും ഓർക്കണം. ഫർഇയായ മദ് 5 എന്താണ്? മുത്തസിൽ, മുൻഫസിൽ, ആരിൽ, ലീന്, ലാസിം, ഇങ്ങനെ 5 മദ്ദുകളാണ്. മനസ്സിലാക്കുക. മദ്ദക്ഷരത്തിന് ശേഷം ഹംസ വരുന്നത് 2 രൂപത്തിലാണ്. ഹംസ വരുന്നത് 2 രൂപത്തിലാണ്. വസ്സമായി എന്നതുപോലെ മദ്ദക്ഷരവും ഹംസയും ഒരേ പദത്തിലും, അതായത് വസ്സമായി, ഇതൊരൊറ്റ വാക്കാണ്.
വസ്സമായി. അങ്ങനെ ഒരേ പദത്തിൽ വന്നതും. അടുത്തത് വമാ അദ്റാക്ക. വമാ അദ്റാക്ക, ഇതൊരു പദം മനസ്സിലാക്കുക. എന്നതിലുള്ളതുപോലെ ഒരു പദത്തിൻ്റെ അവസാനം മദ്ദക്ഷരവും അടുത്ത പദത്തിൻ്റെ ആദ്യം ഹംസയും ആയി വരുന്നതും. മനസ്സിലായില്ലേ? ഇവിടെ മദ്ദക്ഷര അവസാനം വന്നു, അടുത്ത പദത്തിൻ്റെ ഫസ്റ്റിൽ ഹംസ വന്നു. ഇങ്ങനെ വരുമ്പോഴാണ് എന്ത് ഉണ്ടാകുന്നത്? ഒന്നാമത്തേതിന് മദ്ദുൽ മുത്തസിൽ, അതായത് ഒരേ പദത്തിൽ വരുന്നതിന് മദ്ദുൽ മുത്തസിൽ, രണ്ട് പദങ്ങളിലായി വരുന്നതിന് മദ്ദുൽ മുൻഫസിൽ എന്നും പറയും. മദ്ദുൽ മുൻഫസിൽ. അപ്പോൾ മനസ്സിലാക്കുക, രണ്ട് പദത്തിൽ വരുന്നത് മനസ്സിലാക്കാനുള്ള എളുപ്പത്തിന് മുൻഫസിൽ രണ്ട് പദം. മനസ്സിലായില്ല? മറ്റേത് ഒറ്റ പദത്തിൽ വരുന്ന മുത്തസിൽ ഒറ്റ പദമാണ് മുത്തസിൽ. മുൻഫസിൽ എന്ന് വരുമ്പോൾ നമുക്ക് രണ്ട് പദമായിട്ട് തോന്നും. അപ്പം അത് മുൻഫസിലായിട്ട് മനസ്സിലാക്കുക. അത് ഞാൻ എൻ്റെ ഒരു അഭിപ്രായം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ് കേട്ടോ. അപ്പോൾ മനസ്സിലാക്കുക, മുൻഫസിൽ മുത്തസിൽ. ഒരേ പദത്തിൽ ഹംസ വന്നാൽ മുത്തസിൽ, അടുത്ത പദത്തിൽ ഹംസ വന്നാൽ മുൻഫസിൽ. മനസ്സിലാക്കുക. അടുത്തത് മദ്ദുൽ മുത്തസിൽ മദ്ദു വാജിബ് എന്നും പറയും. മുത്തസിലിന് മദ്ദു വാജിബ് എന്നും പറയും. മനസ്സിലാക്കുക, മുത്തസിലിന് മദ്ദു വാജിബ് എന്നും പേരുണ്ട്. മദ്ദു മുത്തസിൽ ഒരു അലിഫിനേക്കാൾ, അതായത് അസ്ലിയായ മദ്ദിനേക്കാൾ, ഒരു അലിഫ് എന്ന് പറഞ്ഞാൽ അസ്ലിയായ മദ്ദിനേക്കാൾ നീട്ടൽ വാജിബാണ്. മദ്ദുൽ മുത്തസില് അസ്ലിയായ മദ്ദിനേക്കാൾ നീട്ടൽ വാജിബാണ്. അതായത് 3 അലിഫ്, അതായത് 6 ഹർക്കത്ത് വരെ നീട്ടണം. 6 ഹർക്കത്ത് 3 അലിഫ് വരെ നീട്ടാവുന്നതാണ്. മനസ്സിലാക്കുക. മദ്ദുൽ മുൻഫസിൽ എന്താണ്? മുത്തസിൽ പോലെ നീട്ടൽ നിർബന്ധമില്ല. എന്നാൽ മുത്തസിൽ പോലെ നീട്ടിയാണ് ഓതേണ്ടത്. ഒന്നിൽ കൂടുതൽ മുത്തസിലോ മുൻഫസിലോ ആയ മദ്ദുകൾ ഒരേ സമയത്തുള്ള ഖിറാഅത്തിൽ വന്നാൽ അവയെല്ലാം തുല്യമായി നീട്ടി പാരായണം ചെയ്യണം. ഒന്നിൽ കൂടുതൽ മുത്തസിലോ മുൻഫസിലോ, അതായത് ഒരായത്ത് തന്നെ ഖിറാഅത്തിൻ്റെ സമയത്ത് മുത്തസിലോ മുൻഫസിലോ ഒന്നിൽ കൂടുതൽ ഒരേ സമയത്ത് വരുമ്പോൾ ഖിറാഅത്തിൽ വന്നാൽ അവയെല്ലാം തുല്യമായി നീട്ടി പാരായണം ചെയ്യണം. മനസ്സിലാക്കുക, അവയെല്ലാം തുല്യമായി നീട്ടിയിട്ടാണ് പാരായണം ചെയ്യേണ്ടത്. മനസ്സിലാക്കുക. അപ്പം ഇത്രയാണ് പാഠഭാഗത്ത് പറയുന്നത്. നമുക്കിതിൻ്റെ തദ്രിബാത്ത് നോക്കാം. മദ്ദക്ഷരവും ഹംസയും ഒരേ പദത്തിൽ വന്നതിനുദാഹരണം. ഒരേ പദത്തിൽ വന്നാൽ എന്താണ്? വസ്സമായി. മദ്ദക്ഷരവും ഹംസയും ഒരേ പദത്തിൽ വന്നു. അപ്പോൾ ഇത് നമുക്ക് ശരി അടയാളപ്പെടുത്താം. ഇവിടെ അലാ ഇന്ന, അലാ ഒരു പദം, ഇന്ന അപ്പം അടുത്ത പദത്തിലാണ് വന്നത്. വമാ ഒരു പദം, അദ്റാക്ക ഒരു പദം, അപ്പം അടുത്ത പദത്തിലാണ് ഹംസ വന്നത്. മനസ്സിലാക്കുക. അടുത്തത് മദ്ദക്ഷരവും ഹംസയും അടുത്ത പദങ്ങളിൽ വന്നതിനുദാഹരണം. മദ്ദക്ഷരവും ഹംസയും അടുത്തടുത്ത പദങ്ങളിൽ വന്നതിനുദാഹരണം. ബിമാ ഉർസിൽത്തും. ബിമാ അടുത്ത പദം ഉർസിൽത്തും. അപ്പോൾ മദ്ദക്ഷരവും ഹംസയും അടുത്തടുത്ത പദങ്ങളിൽ വന്നു. അപ്പോൾ ഇതാണ് മുൻഫസിൽ. അപ്പോൾ അതിന് ഉദാഹരണം മനസ്സിലാക്കുക. ഷാ എന്താണ്? ഒരേ പദത്തിൽ വന്നു. ജസാ അത് ഒരേ പദത്തിൽ വന്നു. മനസ്സിലാക്കുക. അടുത്തെന്താണ്? മദ്ദുൽ അസ്ലിനെ നീട്ടൽ വാജിബാണ്. എത്രയാണ്? 3 അലിഫിനേക്കാൾ ഒരു ഹർക്കത്തിനേക്കാൾ വാജിബാണ്. അസ്ലിയായ മദ് ഒരു അലിഫിന്റെ കദർ നീട്ടിയാണ് 3 ഉച്ചരിക്കേണ്ടത്. അതായത് 6 ഹർക്കത്താണ്. മദ്ദക്ഷരങ്ങൾ ഉച്ചരിക്കാൻ ആവശ്യമായ സമയം മാത്രം നീട്ടുന്നതിനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ ഒരു ഹർക്കത്തിനേക്കാൾ 3 അലിഫിനേക്കാൾ എന്നുള്ളത് മനസ്സിലാക്കുക. ശരി അടയാളപ്പെടുത്താം. അടുത്ത നുജിബ് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ്. മദ്ദുൽ ഫർഇ എന്നാൽ എന്ത്? മദ്ദുൽ ഫർഇ എന്നാൽ എന്താണ്? അപ്പോൾ ഇവിടുന്ന് മനസ്സിലാക്കിയിട്ട് വേണം അത് എഴുതാൻ. മദ്ദക്ഷരത്തിന് ശേഷം ഹംസയോ സുക്കൂനോ ഉണ്ടായാൽ അസ്ലിയായ മദ്ദിനേക്കാൾ കൂടുതൽ നീട്ടണം. അതിനാണ് മദ്ദുൽ ഫർഇ എന്ന് പറയുന്നത്. മനസ്സിലാക്കിയിട്ട് എഴുതുക. മദ്ദക്ഷരത്തിന് ശേഷം ഹംസയോ സുക്കൂനോ ഉണ്ടായാൽ
അസ്ലിയായ മദ്ദിനേക്കാൾ കൂടുതൽ നീട്ടണം. ഇതിനാണ് മദ്ദുൽ ഫർഈ എന്ന് പറയുന്നത്. മനസ്സിലാക്കിയിട്ട് എഴുതാം. അടുത്തത് മദ്ദുൽ മുത്തസിൽ എന്നാൽ എന്ത്? മുത്തസിൽ എന്നാൽ എന്താണ്? മദ്ദക്ഷരവും ഹംസയും ഒരേ പദത്തിൽ വരുന്നതാണ് മദ്ദുൽ മുത്തസിൽ. മദ്ദക്ഷരവും ഹംസയും ഒരേ പദത്തിൽ വരുന്നതാണ് മുത്തസിൽ. അടുത്തത് മദ്ദുൽ മുൻഫസിൽ. മദ്ദുൽ മുൻഫസിൽ എന്താണ്? ഇവിടുന്ന് എഴുതാം. ഒരു പദത്തിൻ്റെ അവസാനം മദ്ദക്ഷരവും അടുത്ത പദത്തിൻ്റെ ആദ്യം ഹംസയും ആയി വരുന്നതാണ് മദ്ദുൽ മുൻഫസിൽ. 3ന്റെ ചോദ്യത്തിൻ്റെ ആൻസറാണ് ഇത്. 2ൻ്റെതാണ്. മനസ്സിലാക്കിയിട്ട് എഴുതുക. ഒരു പദത്തിൻ്റെ അവസാനം മദ്ദക്ഷരവും അടുത്ത പദത്തിൻ്റെ ആദ്യം ഹംസയും വരുന്നതാണ്. മനസ്സിലാക്കട്ടോ. എന്നിട്ട് എഴുതുക. അടുത്തത് ഒരു സമയം നടത്തുന്ന പാരായണത്തിൽ ഒന്നിൽ കൂടുതൽ മദ്ദുൽ മുത്തസിൽ വന്നാൽ എന്ത് ചെയ്യണം? ഒന്നിൽ കൂടുതൽ മുത്തസിൽ വന്നാൽ അവയെല്ലാം തുല്യമായി നീട്ടി പാരായണം ചെയ്യണം. 4ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസറാണ് കേട്ടോ. അവയെല്ലാം തുല്യമായി നീട്ടി പാരായണം ചെയ്യണം. അപ്പോൾ അതൊക്കെ അങ്ങനെ തന്നെ പറഞ്ഞ് പഠിക്കാം. ഒരു സമയം നടത്തുന്ന പാരായണത്തിൽ ഒന്നിൽ കൂടുതൽ മദ്ദുൽ മുത്തസിൽ വന്നാൽ അവയെല്ലാം തുല്യമായി നീട്ടി പാരായണം ചെയ്യണം. അങ്ങനെ ചേർത്ത് പറഞ്ഞ് പഠിക്കാം. അടുത്ത എന്താണ്? മദ്ദുൽ മുൻഫസിൽ നീട്ടി ഓതണം എത്ര? മദ്ദുൽ മുൻഫസിൽ എത്ര നീട്ടി ഓതണ്ടേ? മുൻഫസിൽ മുത്തസിൽ പോലെ നീട്ടൽ നിർബന്ധമില്ല. എന്നാൽ മുത്തസിൽ പോലെ നീട്ടിയാണ് ഓതേണ്ടത്. അപ്പോൾ അവിടെ അതാണ് മനസ്സിലാക്കേണ്ടത്. മുത്തസിൽ പോലെ നീട്ടൽ നിർബന്ധമില്ല, എന്നാലും മുത്തസിൽ പോലെ നീട്ടിയാണ് ഓതേണ്ടത്. അടുത്തത് എന്താണ്? മുൻഷിദ് ഗാനാണ്. എന്തായിരുന്നു? മദ്ദുകൾ 5 അപ്പം ഇതവിടേക്ക് പൂരിപ്പിച്ച് മുഴുവനാക്കാം. അടുത്തതെന്താണ്? സൂറത്തുൽ അഅല. അതിലെ മുത്തസിലും മുൻഫസിലൊക്കെ മനസ്സിലാക്കിയിട്ട് പാരായണം ചെയ്യാനാണ്. പിന്നെ തഹ്സീസ് വരുന്നത് സൂറത്തുൽ അറാഖിലെ 188 ആയത്ത് മുതൽ 206 ആയത്ത് വരെ. അതുപോലെ സൂറത്തുൽ അൻഫാലിലെ 1 മുതൽ 45 ആയത്ത് വരെ. ഇതൊക്കെ മദ്ദുൽ മുത്തസിലും മുൻഫസിലും അസ്ലിയൊക്കെ മനസ്സിലാക്കിയിട്ട് പാരായണം ചെയ്യാനാണ്. പിന്നെ മനപ്പാടമാക്കാനുള്ളത് ഇവിടെ പറയുന്നത് സൂറത്തുൽ അസ്ർ, സൂറത്തുൽ ഹുമസ, സൂറത്തുൽ ഫീൽ. അതൊക്കെ മനപ്പാടമാക്കാൻ സൂറത്തുൽ മുൽക്കിലെ 1 മുതൽ 8 ആയത്ത് വരെ. അത്രയാണ് മനപ്പാടാക്കാനുള്ളത്. അപ്പോൾ എത്രയാണ് 11ാമത്തെ പാഠത്തിൽ നമുക്ക് മനസ്സിലാക്കി പഠിക്കാനുള്ളത്. എല്ലാവരും മനസ്സിലാക്കി ഉപകാരപ്പെടുത്തുക. ഇന്നത്തെ വോയിസ് അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.